Guys, welcome back to another video. നമ്മൾ ഉള്ളത് വൈകുന്നേര സമയത്ത് റിയാദിൻ്റെ ഒരു ഏരിയയിലുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. ഇതാണ് ചൈനീസ് റെസ്റ്റോറൻറ്റ്. വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും തോന്നില്ല. നമ്മുടെ ജോബിയും ടീമൊക്കെ നേരത്തെ ഒന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട് സൈഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ചൈനീസിൻ്റെ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനുള്ളിലോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന്. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. പിന്നെ കുറച്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള സീറ്റിങ്ങും അതുപോലെ തന്നെ കട്ടനും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു 3-4 ഫാമിലി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നവരടുത്ത് സീറ്റ് തന്നു. ഞങ്ങൾ അവിടേക്ക് പോയാണ് ഇരുന്നത്. നല്ല തണുപ്പുള്ള സമയമായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപാടെ ഞങ്ങൾക്ക് നല്ല ചൂടുള്ള ചായ ഒരു ജോബിയുടെ നേതൃത്വത്തിലാണ് ഓർഡർ ചെയ്യുന്നത്. എന്തൊക്കെയോ അധികം ആളില്ലായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് ഞങ്ങളെ മേടിച്ചെന്ന് പറഞ്ഞാൽ ഈ സൂപ്പ് മേടിച്ചു, പിന്നെ നൂഡിൽസ്, പിന്നെ മോമോസിൻ്റെ 2 ഐറ്റം, ഒന്ന് ഫ്രൈഡ് ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള സ്റ്റീംഡ് ആയിട്ടുള്ള 2 മോമോസ് മേടിച്ചു. അത്രയൊക്കെയാണ് മേടിച്ചത്. ഓക്കെ, സൂപ്പാണ് ആദ്യത്തെ സൂപ്പ്. ഇവിടെ നമ്മുടെ ടേസ്റ്റൊന്നും വരുന്നില്ല. ചൈനയുടെ ആദ്യം കഴിക്കുന്നതുകൊണ്ടാണ്. സൂപ്പ് കുടിച്ചിട്ട് ഇത് കഴിച്ചപ്പോഴേ ചൈനീസ് ആയി. ആദ്യമുണ്ടോ ആദ്യം തലകുറിക്ക് മാത്രമേ ഉള്ളൂ. അതിലെ ആദ്യമായിട്ട് ചൈനയിൽ നിന്ന് കഴിച്ചവരുടെ നമ്മുടെ ഫുഡിൻ്റെ കുറേ എരിവും പുളിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. സൂപ്പ് കുടിച്ചിട്ട് നമ്മുടേതായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. പിന്നെ ഹെവി കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെ മഷ്റൂമോ ചിക്കനോ പരിപാടികളുണ്ട്. മിക്സായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. സംഭവമുള്ള വേറെ ടേസ്റ്റ്. നമുക്ക് സെർവ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോ സീറ്റിലും ഒരു ഇൻഡക്ഷൻ കുക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ആ ഒരു ഹോട്ട് പോട്ട് എന്ന് പറഞ്ഞ ഐറ്റംസിനൊക്കെ കഴിക്കണമെങ്കിൽ ഇതിൽ വെച്ച് അവർ ചൂടാക്കി തരും. പിന്നെയുള്ളത് നമുക്കിവിടെ വെച്ചിരുന്നത് ഇങ്ങനെ ഒരു റൗണ്ടാകുന്ന സംഭവം. അതുകൊണ്ട് നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഫ്രൈഡ് മോമോസ് എടുത്തു. പിന്നെ അടുത്തത് ഫ്രൈഡ് മോമോസ്. ഇത് കൊള്ളാം കേട്ടോ. മോമോസ് ടേസ്റ്റ് ഉണ്ട്. കുറേ സോസ് നോക്കുന്നുണ്ടായിരുന്നു. അതൊരു കൂട്ടി കഴിച്ച് നോക്കാം. നൂഡിൽസ് എങ്ങനെ ഉണ്ട് പാത്തി? അതിൽ കഴിച്ചോടി? അതിൽ കഴിച്ചില്ലേ? കഴിച്ചോ? നൂഡിൽസ് ഉള്ളോ? ജോബിച്ചോടാ നല്ല സൂപ്പറാണ്. ഇസയുടെ പ്ലേറ്റ് നിറച്ച സാധനങ്ങളാണല്ലോ. കഴിക്കുന്നില്ലോ. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നൊക്കെ ഇഷ്ടപ്പെട്ടോ? അതും സൂപ്പിട്ട് ഇഷ്ടപ്പെട്ടോ? മോമോസ് ഇഷ്ടപ്പെട്ടോ? നൂഡിൽസ് ഇഷ്ടപ്പെട്ടോ? പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇസക്കുട്ടനും ഇഷ്ടപ്പെട്ടു. ഇസക്കുട്ടനൊക്കെ റൈസ് മാത്രം കഴിച്ചോണ്ട് ഇസക്കുട്ടനൊക്കെ ഇവിടെ വന്നിട്ട് ചൈനക്കാർ കഴിക്കാൻ തുടങ്ങി. ഈ ബുസിനോടാ എന്നൊക്കെ ഇഷ്ടപ്പെട്ടു? അലീഷുനോ എന്നാ ഇഷ്ടപ്പെട്ടു നിനക്ക്? ഒരു സാധനം. പിന്നെ മറ്റൊരു സാധനം അതൊന്നും നല്ലതായിരുന്നോ? റൈസ? പിന്നെയോ മോമോസും സൂപ്പും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും മോമോസാണ്.
ലൈക്കും ചെയ്യണം, കമന്റും ചെയ്യണം. ലാസ്റ്റ് 2 years പുറത്ത് തന്നെ ഇങ്ങനെ ചെറിയ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചു, ഇവിടുന്ന് ഇറങ്ങി. വലിയ കുഴപ്പമില്ല, പുതിയൊരു ടേസ്റ്റ്, സംഭവം കൊള്ളാം. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ല. എരിവൊക്കെ ഉണ്ട് കേട്ടോ, ഒരു മുളകിൻ്റെ ഒക്കെ സോസൊക്കെ എക്സ്ട്രാ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മേടിച്ചതിൽ ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞത് മോമോസ് ആയിരുന്നു, ഫ്രൈഡ് മോമോസ്. അപ്പം വരുന്നവർ അതൊരു ട്രൈ ചെയ്യണം കേട്ടോ, നല്ല സാധനമാണ്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം. അപ്പം ബൈ ബൈ. ബൈ ബൈ.